നമസ്കാരം. എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ഇപിക്ക് തല്ലും മുകേഷിന് തലോടലുമായി CPIM നേതൃയോഗങ്ങൾക്ക് സമാപനം. ജാവദേക്കർ കൂടിക്കാഴ്ചയിലാണ് ഇപിക്ക് അടിതെറ്റിയത്. ഹേമ കൊടുങ്കാറ്റിൽ ഹേമം തട്ടാതെ മുകേഷ് കഴിച്ചിലായി. ഒരിക്കൽ രാജിവെച്ചാൽ തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത സ്ഥാനമാണ് MLA പദവി. അതാണ് മുകേഷിനെ രക്ഷിക്കാൻ CPM കണ്ടുപിടിച്ച ഉപായം. മുകേഷിൽ തീരുമാനം പ്രതീക്ഷിച്ചവരുടെ മുന്നിലേക്ക് EP വിഷയം ഇപ്പോൾ പാർട്ടി എടുത്തിട്ടത് എന്തുകൊണ്ടാകാം? പാർട്ടിയോ നേതാക്കളോ പ്രതിരോധത്തിലാകുമ്പോൾ തന്റെ വിഷയമുയർത്തി ശ്രദ്ധ തിരിക്കുന്നെന്ന പരാതി ഇപിക്ക് പണ്ടേയുണ്ട്. നാളെ എന്ന് നീണ്ട നടപടി ഇന്നുണ്ടായതിൽ EP അസ്വസ്ഥനായതും ആ സംശയം കൊണ്ട് തന്നെ. CPIM മുകേഷിനെ രക്ഷിക്കാൻ തീരുമാനിച്ചതിന്റെ അനുരണനങ്ങൾ സിനിമാ ലോകത്തും വേഗം പ്രതിഫലിച്ചു. ഒന്നും അറിയില്ലെന്ന് മോഹൻലാൽ കൈമലർത്തി. എവിടൊക്കെയോ അന്തർധാര സജീവമാണ് എന്ന് വ്യക്തം. ഈ വിഷയമാണ് എൻകൗണ്ടർ പ്രൈം ചർച്ച ചെയ്യുന്നത്. ഒരു തിരുത്ത് മതിയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് PA പ്രിജി, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, BJPയിൽ നിന്ന് KVS ഹരിദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി എന്നിവർ എൻകൗണ്ടർ പ്രൈമിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ ജിൻഡോ ജോൺ, ഈ EPയുടെ കാര്യത്തിലും മുകേഷിന്റെ കാര്യത്തിലും CPM നേതൃയോഗമെടുത്ത നിലപാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ജയരാജനെതിരെ എന്തിൻ്റെ പേരിലാണ് ഇന്ന് നടപടിയെടുത്തതെന്ന് കൂടി CPM നേതൃത്വം പറയേണ്ടതാണ്. കാരണം അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് BJPയുടെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും എന്നുള്ളതിനെ അത്തരത്തിലുള്ള അഭിപ്രായം തെരഞ്ഞെടുപ്പ് ദിവസം അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങളൊക്കെയായി. അതിൻ്റെ പേരിലാണോ, എന്തിൻ്റെ പേരിലാണ്? അല്ലല്ല, അതിൽ അവ്യക്തതയൊന്നും വേണ്ട. രണ്ട് കാര്യങ്ങൾ കൃത്യമായി MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. LDFന് അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നതിൽ സഖാവിന് പരിമിതി ഉണ്ടായിട്ടുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഒരു മാറ്റത്തിന് തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അന്നു തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് തീരുമാനിച്ചത്. രണ്ട് കാരണവുമുണ്ട്. പിന്നെ ജിൻഡോയ്ക്ക് എന്താ സംശയം? അല്ല, അപ്പോൾ രണ്ടാമത് പറഞ്ഞ കാര്യമാണെങ്കിൽ, അതായത് തെരഞ്ഞെടുപ്പ് ദിവസം അദ്ദേഹം BJPക്ക് അനുകൂലമായിട്ട് ഉള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ പേരിലാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും അതിന് ശേഷമൊക്കെ നിരന്തരം പറയുന്ന വാദങ്ങൾ CPM അംഗീകരിച്ചു എന്നുള്ളതിന് തുല്യമാണ്. BJPക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് LDFൻ്റെ കൺവീനർ തന്നെ ഇവിടെ ഒരുക്കുന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്ന വിമർശനം. അത് CPM നേതൃത്വം അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ EP ജയരാജനെതിരെ എടുത്തിട്ടുള്ള നിലപാട്. മുൻകാലങ്ങളിലും EP ജയരാജൻ ഇത്തരത്തിലുള്ള പല നിലപാടുകൾ എടുത്തിട്ടുണ്ട്, പല അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നെല്ലാം വിമർശനം ഉയരുമ്പോൾ EP ജയരാജനെ സംരക്ഷിച്ചു നിർത്തിയ പാർട്ടി ഇപ്പോൾ EP ജയരാജനെതിരെ നടപടിയെടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് വേറെ പലതും മൂടി വയ്ക്കാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഈ CPMനകത്ത് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ണൂർ ലോബിക്കകത്ത് നടക്കുന്നു. കാരണം ഈ തമ്മിലടിച്ച് തകരുന്ന കുലമായി മാറാൻ പോവുകയാണ്. ഒരുപാട് ആളുകളുടെ രക്തം ചിന്തിയ, ഒരുപാട് ആളുകളുടെ രാഷ്ട്രീയ പ്രവർത്തനം ഒരു കൂടിക്കാഴ്ചയുടെ പേരിൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന ഇത്രയും തലയെടുപ്പുള്ള ഒരു നേതാവിനെ വീട്ടിലിരുത്തുക എന്ന നടപടിയെടുത്ത ദിവസമാണിന്ന്. അല്ല, നമ്മൾ അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം ഈ ഒരു കൂടിക്കാഴ്ചയുടെ പേരിലാണെങ്കിൽ ഈ നടപടി എന്നേ എടുക്കണമായിരുന്നു. ഈ CPM പോലെ ഇത്രത്തോളം ആലോചനകളും പഠനങ്ങളും അല്ലെങ്കിൽ സംവാദങ്ങളും ചർച്ചകളും നടത്തുന്ന ഒരു പാർട്ടി EP ജയരാജൻ അന്ന് നടത്തിയ കൂടിക്കാഴ്ച തെറ്റായിരുന്നു എന്ന് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്? അല്ലല്ലോ. PV അൻവർ എന്ന് പറഞ്ഞ ഭരണപക്ഷത്തെ MLA ഇന്നൊരു മറ്റൊരു പ്രസ്താവന പുറത്തുവിട്ടിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്ന ക്രമസമാധാന ചുമതല പാലനം നടത്തുന്ന ADGP MR രാജ്കുമാറിനെ പോലുള്ള ആളുകളുടെ നിർദ്ദേശാനുസരണമാണ് തൃശ്ശൂര് CC അംഗമാണ് ഇദ്ദേഹം, അല്ലെ? എന്ന് മാത്രവുമല്ല, ഈ വിവാദമായ ഈ കൂടിക്കാഴ്ചയുടെ സ്ഥിരീകരണം എന്ന് നടത്തിയോ EP, അതിന്റെ പിന്നാലെ തന്നെ അന്ന് പിണറായി വിജയൻ EPയെ തള്ളി പറഞ്ഞിട്ടുമുണ്ട്. അതിന്റെ അന്തരാർത്ഥം അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നതുമാണ്. വഴിയെ വരാനിരിക്കുന്ന നടപടിയുടെ സൂചന തന്നെയായിരുന്നു അത് ഇന്ന ദിവസം ഇത്രാമത്തെ മിനിറ്റിൽ സംഭവിക്കും എന്ന് നിശ്ചയിക്കേണ്ടതില്ല അതിന്റെ മേൽ.
അല്ല, നമ്മൾ CPM പോലെ ഒരു പാർട്ടി അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് നമുക്ക് ഇന്ന സമയത്ത് എന്ന് പറഞ്ഞ് മുഹൂർത്തം കുറിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വമൊന്നും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ നേതാക്കന്മാർക്കോ ഇല്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ MP ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ EP ജയരാജൻ എന്ന് പറഞ്ഞ LDFൻ്റെ കൺവീനറുടെ അസാന്നിധ്യം കേരളം മുഴുവൻ ചർച്ച ചെയ്താണ്. അദ്ദേഹം ആരുടെ അടുത്തായിരുന്നു? അദ്ദേഹം ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയുടെ സപ്തതി അങ്ങനത്തെ മറ്റ് ആഘോഷങ്ങളുടെ കാര്യങ്ങളുടെ പുറകെ പോയിരിക്കുകയായിരുന്നു. CPM അവരുടെ രാഷ്ട്രീയ പ്രചരണ ആയുധമായിട്ട് വരെ ഉപയോഗിച്ച നവകേരള സദസ്സിന്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്തും LDF കൺവീനർ അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിരുന്നോ എന്ന് നമുക്ക് സംശയമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഗോവിന്ദനും EP ജയരാജനുമായിട്ടുണ്ടായ തർക്ക വിതർക്കങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പദവി സംബന്ധിച്ചുള്ള അതിർത്തിയും എല്ലാം ഉണ്ട്. VM സുധീരന്റെയും ഉമ്മൻചാണ്ടിയുടെയും ഒരു ഉദാഹരണം ഇടത് ക്യാമ്പിലുള്ള ആരെങ്കിലും പറഞ്ഞാൽ ഇതിനേക്കാൾ മോശമാകും സാഹചര്യം. മുല്ലപ്പള്ളി എവിടെയൊക്കെ സഹകരിക്കുന്നു എന്ന ചോദ്യം വന്നാലും ഈ പറയുന്ന K സുധാകരനും VD സതീശനും പുറപ്പെട്ടു വന്നല്ലോ. അപ്പോൾ മുല്ലപ്പള്ളി എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. നമുക്ക് ആ വിഷയം അവിടെ വിടാം, അതായിരിക്കും നിങ്ങൾക്കും ഭംഗി. ചോദ്യം അതല്ല. ഇതിലൂടെയൊക്കെ ഊളിയിട്ട് രക്ഷപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. അതിലേക്ക് എന്തേ ജിൻഡോ വിരൽ ചൂണ്ടാത്തത്? നിങ്ങളുടെ പ്രതിപക്ഷ നേതാവടക്കം ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ പോലും അതെന്താണ്? ഈ വിവാദ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കമാന്നൊരക്ഷരം ജാവദേക്കർ മിണ്ടിയിട്ടുണ്ടോ? അപ്പോൾ അതൊരു വലിയ അജണ്ടയാണ്. അത് LDFനെ മാത്രം വലവീശി പിടിക്കുന്ന ഒരു അജണ്ടയല്ല, നിങ്ങളിലേക്കും വലവീശുന്ന അജണ്ടയാണ്. അതുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ വരാത്തത്. ഇവരാരും മാനായോ മാരീചനായോ ഒക്കെയാണ് ഇവർ പ്രത്യക്ഷപ്പെടുക അവരുടെ സൗകര്യാർത്ഥം. ഇന്നിപ്പോൾ ഈ നിർണായകമായ തീരുമാനമെടുത്തല്ലോ, അതിലേത്ത് എന്തെങ്കിലും ഒരു ഔദ്യോഗികമായ വിശദീകരണവുമായി BJP വരികയുണ്ടായോ? അപ്പോൾ അതെന്താണ് നിങ്ങൾ ചൂണ്ടിക്കാട്ടാത്തത് ജിൻഡോ? അല്ല, ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, BJPക്ക് വേണ്ടിയിട്ട് B ടീമായിട്ട് പണിയെടുത്തത് LDF കൺവീനർ EP ജയരാജന്റെ നേതൃത്വത്തിലുള്ള സംവിധാനങ്ങളാണ്. അതുമാത്രമല്ല, പിണറായി വിജയന്റെ അറിവോടുകൂടി തന്നെയാണ് ഇത് നടക്കുന്നത്. തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടിയിട്ട് പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ അരയും തലയും മുറുക്കി നിന്ന് രംഗത്തിറങ്ങിയത് നമുക്കറിയാം. ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് നിങ്ങളുടെ 75,000 വോട്ടോ അല്ല, നിങ്ങളെ തകർക്കുന്ന A ടീമായി പിണറായി, പിന്നെ BJPയെ ജയിപ്പിക്കുന്ന B ടീമായി പിണറായി, അങ്ങനെ പറഞ്ഞു പോകണം. ഏറ്റവും വലിയ നഷ്ടമുണ്ടായ നിങ്ങൾക്കാണ്. അല്ല, ഞാൻ പൂർത്തിയാകട്ടെ. ഞങ്ങൾക്കുണ്ടായി 75,000 വോട്ടിന്റെ നഷ്ടം പറയുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPMO LDFO തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒറ്റ വോട്ട് പോലും പുതിയതായിട്ട് ചേർത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അവർ ചേർത്ത പുതിയ വോട്ടുകളൊക്കെ എവിടെ പോയി? അപ്പോൾ ഈ പോയ വോട്ടുകൾ മുഴുവൻ എവിടെ നിന്നാണ്, എങ്ങനെയാണെന്ന് നമ്മൾ ചുണ്ണാമ്പ് തൊട്ട് എണ്ണാൻ പറ്റുമൊന്നുമില്ല. ഈ വോട്ട് പോകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തത് പോലീസ് സംവിധാനം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. BJPക്ക് ജയിക്കാൻ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിമാരാണ്, മിടുക്കന്മാരാണെന്ന് EP ജയരാജൻ പറഞ്ഞപ്പോൾ LDF നേതൃത്വം ഇടപെട്ടോ? CPM നേതൃത്വം ഇടപെട്ടോ? LDF കൺവീനർ ആയിട്ടുള്ള EP ജയരാജൻ BJP. എന്റെ ചോദ്യം, നിങ്ങൾ ഈ CPMനെ പറ്റി പറയുന്ന വിമർശനത്തിൽ നിങ്ങൾ മറന്നുപോകുന്ന BJPയുമായി ബന്ധപ്പെട്ട തന്ത്രത്തിലെ നിങ്ങളുടെ മറുപടി എന്ത്? അല്ല, BJP നമ്മൾ മറക്കുന്നില്ലല്ലോ. BJP ആരാ മറക്കുന്നത്? BJPക്ക് ജയിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. ഇപ്പോൾ മുകേഷുമായി ബന്ധപ്പെട്ട വിഷയം, LDFിലെ ഒരു MLA ആയിട്ടുള്ള മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ നിലപാട് നമ്മൾ കണ്ടില്ലേ? BJPക്ക് അകത്ത് രണ്ടഭിപ്രായമാണ് ആ വിഷയത്തിൽ. അപ്പോൾ BJPയും CPMും ഒരേ നാണയത്തിന്റെ ഒരേ വശമായിട്ട് നിൽക്കുന്നു. ഇപ്പുറത്ത് കോൺഗ്രസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഇവർ കാലങ്ങളായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതിലൊരു EP ജയരാജനെ ബലി കൊടുത്തുകൊണ്ട് പിണറായി വിജയന്റെ മുഖം രക്ഷിക്കാമെന്ന് വിചാരിക്കേണ്ട. കാരണം അദ്ദേഹത്തിന്റെ ഈ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നയപരിപാടികളെല്ലാം തന്നെ സംഘപരിവാറിന്റെ ശൈലിക്ക് അനുസൃതമായിട്ടുള്ളതാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഭരണ സംവിധാനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടേ അല്ല 8 വർഷക്കാലമായിട്ട് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. പ്രേക്ഷകരുടെ അറിവിലേക്കായ ഒരു കാര്യം, CPIMന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അതിന്റെ കാരണം അവർ അതിഥികളെ തരുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത് EP-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചയ്ക്ക് ആളെ തരില്ല എന്നാണ്. അതേസമയം മുകേഷ് വിഷയത്തിൽ ആളെ തരാമെന്നുമാണ്. അതുകൊണ്ടാണ് CPMന്റെ പ്രത്യക്ഷ സാന്നിധ്യം ഈ പാനലിലില്ലാത്ത. പക്ഷേ ഇടത് സഹയാത്രികനായ PA പ്രജിയുണ്ട് ഒരളവ് വരെ അവരുടെ നിലപാടുകൾ വിശദീകരിക്കാൻ. ഞാൻ പ്രജിയിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ KVS ഹരിദാസ്, ഈ ജാവദേക്കർ കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ ഒരക്ഷരം നിങ്ങൾ മിണ്ടുന്നില്ല, ഒരു സ്ഥിരീകരണവും നൽകിയില്ല എന്ന് മാത്രമല്ല ഒരു നിവൃത്തികേടിൻ്റെ ഭാഗമായിട്ടാണ് അത് ശോഭയ്ക്ക് പറയേണ്ടി വന്നത്. നിങ്ങളുടെ ആകെ ശോഭ കെടുത്തിയ ആ പ്രവർത്തനത്തിൽ പിന്നെ ശോഭയ്ക്കെതിരെ തിരിയുന്നതാണ് കണ്ടത് ജാവദേക്കർ അടക്കം. ഇവിടെ നടത്തുന്ന ഈ പറയുന്ന രഹസ്യ നീക്കങ്ങൾ ഇങ്ങനെ പൊതുവായി പറയാൻ കഴിയുമോ? അത് നമ്മുടെ ഭാവി ഇത്തരം നീക്കങ്ങൾക്കുള്ള തടസ്സമാകില്ലേ? ഇങ്ങനെയൊക്കെയുള്ള അടക്കം പറച്ചിലുകളിലേക്ക് മാത്രമായി അത് പരിമിതപ്പെട്ടു. ഇനിയെങ്കിലും ഒന്ന് വായ തുറന്ന് പറഞ്ഞുകൂടെ EP എന്തിന് വീട്ടിലിരിക്കുന്നു, അതിൽ ജാവദേക്കറുടെ റോൾ എന്ത് എന്ന്? അല്ല വേണു, എനിക്കൊരു ആശ്ചര്യമാണ് തോന്നുന്നേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് BJP, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി BJPക്കാരനാണ്. BJP നേതാക്കന്മാരുമായിട്ട് CPM നേതാക്കന്മാർ ചർച്ച നടത്താറില്ലേ? ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ് BJPയുടെ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്താതുള്ളത്?
കോൺഗ്രസ് നേതാക്കന്മാർ ചർച്ച നടത്തിയിട്ടില്ലേ? രാഷ്ട്രീയക്കാർ പല സമയത്തും കാണുന്ന സമയത്ത് ചർച്ച നടത്തുന്നത് രാഷ്ട്രീയം തന്നെയാണ്, വേറൊന്നുമല്ല. അവർക്ക് അവരുടേതായ നിലപാടുകളുണ്ടാവും. പക്ഷേ രാഷ്ട്രീയക്കാർ രണ്ടുപേര് കണ്ടാൽ ഏത് സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയം തന്നെയായിരിക്കും ചർച്ച ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് ജാവ്ദേക്കർ പോയി കണ്ടതോ അല്ലെങ്കിൽ ജാവ്ദേക്കറെ കണ്ടതോ ആയ ആൾക്കാർ തമ്മിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് അങ്ങനെ ഒരു വേറൊരു മുഖം കൊടുക്കേണ്ട കാര്യമില്ല. ജാവ്ദേക്കറും ഇ പിയും തമ്മിൽ ഇ പി ആഗ്രഹിക്കാതെ ഒരു യാദൃച്ഛിക ആകസ്മിക കൂടിക്കാഴ്ച ഉണ്ടായത് ഏത് രാഷ്ട്രീയം സംസാരിക്കാനായിരുന്നു ശ്രീ KVS? ഞാൻ വേണു ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇ പി ആഗ്രഹിക്കാത്തതാണ് എന്നുള്ളത് വേണുവിന്റെ വേർഷനാണോ? പറഞ്ഞതാണ് രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ കാണുന്ന സമയത്ത് ചർച്ച അല്ലെന്നേ ഇ പി പറഞ്ഞതാണ്. അതല്ലല്ലോ BJPയുടെ വേർഷൻ. ഞാൻ ചോദിക്കണത് ഇ പി പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇ പിക്ക് പിടിച്ചു നിൽക്കാൻ അത്തരത്തിലുള്ള വാദഗതികൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ ശ്രീ KVS ഇ പി പിടിച്ചോ പിടിക്കാതെയോ ഒക്കെ നിൽക്കട്ടെ, അല്ല നിങ്ങൾക്ക് കൃത്യമായ പിടിപാടുണ്ടല്ലോ ഇക്കാര്യത്തിൽ. നിങ്ങൾ എന്തിനെ കണ്ടു? അല്ല ഒരു സെക്കൻഡ്, ഇ പിയെ നിങ്ങൾ എന്തിനെ കണ്ടു? ഇപ്പോൾ അത് ആകസ്മികമാണ് എന്നത് ഇ പിയുടെ ഭാഷ്യമാണ് എന്ന് പറഞ്ഞ് ഇ പി ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിനെ നിങ്ങൾ തള്ളുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇത് പരസ്പര ധാരണയോടെയുള്ള കൂടിക്കാഴ്ചയായിരുന്നു എന്നാണല്ലോ അതിന്റെ ധ്വനി. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് സെക്കൻഡുകൾ മാത്രം നീളുന്ന ഒരു കൂടിക്കാഴ്ചയായി അത് പരിമിതപ്പെട്ടു? ഒന്ന്. രണ്ട്, ആ സെക്കൻഡുകൾ നീണ്ട കൂടിക്കാഴ്ചയെ എങ്കിൽ അത് എന്ന തൃപ്തിയോടുകൂടി ജാവ്ദേക്കർ മടങ്ങിയത് ഏത് രാഷ്ട്രീയ കാര്യസാധ്യത്തിന് വന്നതിന്റെ ഫലമായി? വേണു ഒരു കാര്യം വ്യക്തമാക്കാം. കേരളത്തിൽ ഇ പി ജയരാജൻ മാത്രമൊന്നുമല്ല, അനവധി നേതാക്കന്മാർ, അത് കോൺഗ്രസ്സിലുള്ളവരുണ്ട്, കേരള കോൺഗ്രസ്സിലുള്ളവരുണ്ട്, CPM-ലുള്ളവരുണ്ട്, അങ്ങനെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരും BJPയുടെ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. പലരും ഇന്നും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ഒന്ന് വിശദാംശങ്ങൾ ചാനലിൽ വന്ന് ചർച്ച ചെയ്യുന്നത് ഞങ്ങളുടെ ശീലമല്ല, ഞങ്ങളത് പറയാറില്ല. ഈ ശീലം തെറ്റിച്ച ശോഭയെ പറ്റി അപ്പൊ എന്താ അഭിപ്രായം? ഈ ശീലം തെറ്റിച്ച ശോഭയെ പറ്റി എന്താണ് അഭിപ്രായം? ഇ പി അല്ലല്ലോ ഇത് പുറത്ത് പറഞ്ഞത്. അല്ലെന്ന് അത് വേറെ വിഷയം, അത് പാർട്ടി ചർച്ച ചെയ്യട്ടെ. അത് വേറെ വിഷയമേ അല്ല. ഇങ്ങനൊരു ശീലമില്ല ഈ അവിശുദ്ധ ഇരപിടിക്കലിന് ഇങ്ങനൊരു ശീലമില്ല എന്ന ഒരു വളരെ മാതൃകാപരമായ ഒരു പ്രവൃത്തി എന്ന പോലെ ഇങ്ങനെ ആലങ്കാരികമായി അവതരിപ്പിച്ചാൽ നിങ്ങളുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന, സംഘടനാ പദവികളിൽ ഇരിക്കുന്ന ശോഭ എന്തുകൊണ്ട് അതിന്റെ ഭാഗഭാക്കാകുന്നില്ല? വേണു, ഞാൻ ചോദിക്കട്ടെ, വേണു എങ്ങനെ അവിശുദ്ധമായ ഇരപിടിക്കലാണെന്നുള്ള ഒരു രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ കണ്ട് സംസാരിക്കുന്നത് അല്ലല്ല പുറത്തു പറയാത്തതല്ലെന്ന്. പലരും തമ്മിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യും, പലരും തമ്മിൽ പല സമയത്തും ചർച്ചകൾ നടത്തും. അത് മുഴുവൻ പബ്ലിക്. അങ്ങനെയെങ്കിൽ ശ്രീ KVS ഹരിദാസ്, ആ നീക്കത്തിന് CPM നൽകിയിരിക്കുന്ന ഉറച്ച മറുപടിയാണിത്. അല്ലെന്നേ, അങ്ങനെയെങ്കിൽ CPM അത്തരം ഏതെങ്കിലും തരത്തിൽ മോഹഭംഗമുള്ള ആളുകളെ നിങ്ങൾ വലിയ ആകർഷണ യന്ത്രങ്ങളും ഒക്കെ കയ്യിലെടുത്തുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ കയ്യിൽ കെട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൃത്യമായ സന്ദേശമാണ് ഇന്ന് CPM നേതൃയോഗം നൽകിയിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? CPM-ന്റെ ആ ശീലത്തെ പറ്റി എന്താ അഭിപ്രായം? അല്ല വേണു, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM നടത്തിയ വിലയിരുത്തൽ എന്താ? തങ്ങളുടെ ഒരുക്കു കോട്ടകളെന്ന് തങ്ങൾ ധരിച്ചിരുന്ന മേഖലകളിൽ നിന്ന് BJPക്ക് വോട്ട് പോയി എന്നല്ലേ? CPM-ന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ BJPയോട് ചർച്ച നടത്തുക മാത്രമല്ല, പോളിംഗ് ബൂത്തിൽ പോയിട്ട് BJPക്ക് വോട്ട് ചെയ്തു എന്ന് CPM സമ്മതിച്ചിട്ടില്ലേ? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM ഇറക്കിയ പാർട്ടി രേഖയുണ്ട്, അതും പരിശോധിക്കൂ. പട്ടികജാതി കോളനികളിൽ
പഴയ കാലത്തുണ്ടായിരുന്ന സ്വാധീനം അല്ല ഇന്ന് ബി ജെ പിക്ക് ഉള്ളത്. തങ്ങളുടെ വീടുകളിൽ ബി ജെ പിക്കാർക്ക് കടന്നു വരാൻ കഴിയുന്നു. തങ്ങളുടെ പ്രവർത്തകരെന്നും തങ്ങൾ ഇതുവരെ വിശ്വസിച്ചിരുന്നവർ ബി ജെ പിയോടൊപ്പം പോകുന്നു. അത് തടയണം എന്ന് പാർട്ടിക്ക് കൊടുത്ത പാർട്ടി കത്തുണ്ട്. സി പി എം വിലയിരുത്തിയിട്ടില്ലേ? ഞാൻ പറയുന്നത് പാർട്ടിയുടെ എല്ലാ തലത്തിലുമുള്ള സി പി എമ്മിൻ്റെ എല്ലാ തലത്തിലുമുള്ള ആളുകൾ ബി ജെ പിയുമായിട്ട് അടുത്തിട്ടുണ്ട്, കൂടെ വന്നിട്ടുണ്ട്. വേണുവിനറിയാലോ കണ്ണൂർ ജില്ലയിലെ പഴയ കാലത്തെ പാർട്ടി ഗ്രാമങ്ങളുടെ അവസ്ഥ. പഴയ അവസ്ഥയാണോ ഇന്നുള്ളത്? ഞങ്ങൾക്ക് ആ വഴി നടക്കാൻ പറ്റുമായിരുന്നില്ല. ഇന്ന് ഞങ്ങളുടെ കൊടിയുണ്ട്, ഞങ്ങളുടെ ശാഖകളുണ്ട്, ഞങ്ങളുടെ പാർട്ടിയുടെ യൂണിറ്റുകളുണ്ട് അവിടെ. അത് സി പി എംകാർ ഞങ്ങളുടെ കൂടെ വന്നത് കൊണ്ടാണ്, ആശയവിനിമയം കൊണ്ടാണ്. അത് ഇ പി ജയരാജനിൽ ഒതുങ്ങുന്നില്ല, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇ പി ജയരാജന് പല കാരണങ്ങളുണ്ടാകാം, പല വിഷമങ്ങളും ഉണ്ടാകാം. അത് സി പി എം പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, സി പി എമ്മിലുള്ള അനവധി നേതാക്കന്മാർക്ക് ഇന്ന് രാഷ്ട്രീയമായിട്ട് വിഷമമുണ്ട്. അവരുടെ സ്ഥിതിയിൽ പരിതാപകരമായ സ്ഥിതിയിൽ പ്രയാസമുണ്ട്. അവര് ബി ജെ പിയെ പ്രതീക്ഷയോടെ കാണുന്നുണ്ട്. ബന്ധപ്പെട്ടൊരു കൂടിക്കാഴ്ച വിവാദത്തിൽ ഇ പി എ ഇങ്ങനെ കീച്ചേരിയിലെ വീട്ടിലിരുത്തി ചിറകെട്ടി നിർത്തിയിട്ടുണ്ട് എന്നതിൽ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണ് ശ്രീ KVS പറയുന്നത്. ചിറമുറിച്ച് അപ്പുറത്തേക്ക് ഒരുപാട് പേർ ഒഴുകിപ്പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം നാളെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങാൻ പോവുകയാണല്ലോ. അപ്പോഴാണ് KVS ഹരിദാസ് പറയുന്നത്, ഞങ്ങൾക്ക് പാർട്ടി ഗ്രാമങ്ങളിൽ ഇപ്പോൾ കൊടിയുയർത്താനും അവിടെ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ നടത്താനുമുള്ള അനുകൂല സാഹചര്യം താലത്തിൽ വെച്ച് കിട്ടിയത് ചുവപ്പ് കോട്ടയിൽ തന്നെയുള്ള ഈ റെഡ് വാളണ്ടിയർമാരാൽ തന്നെയാണ് എന്നാണ്. മാത്രമല്ല നേതാക്കന്മാരുടെ ഏതൊക്കെ നേതാക്കന്മാരെയാണോ ഇനി വളഞ്ഞു പിടിക്കാൻ പോകുന്നത് എന്നത് ഇത്തരം ചർച്ചകളിൽ വന്നിരുന്നങ്ങ് പറയുകയാണ് KVS. ഒന്നാമതായി ശ്രീ ഇ പി ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അങ്ങനെ പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജന്റെ വീട്ടിൽ സർപ്രൈസിംഗ് ആയി ഒരു സന്ദർശനം നടത്തി എന്നുള്ള ഇതിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ CPM സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി പത്രസമ്മേളനത്തിൽ അവകാശപ്പെട്ടതായി ഞാൻ കണ്ടില്ല. വേരിയസ് റീസൺസ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് സൂക്ഷ്മത കുറവുണ്ടായി, അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജാഗ്രത കുറവുണ്ടായി എന്നുള്ള വിഷയം അന്ന് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ വളരെ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഇ പിയുടെ പ്രവർത്തനങ്ങളിൽ ഏറെ സൂക്ഷ്മത കുറവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇ പി കുറെ കൂടെ സൂക്ഷ്മത കാണിക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം അന്ന് തന്നെ അദ്ദേഹം പങ്കുവച്ചിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് ഇങ്ങോട്ട് ഇ പി പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് അദ്ദേഹത്തിന്റെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാരണമാണ്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എന്ന വിഷയം വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞത്, ഞാനിനി ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കേ ഇല്ല, കാരണം എൻ്റെ ആരോഗ്യം അതിന് അനുവദിക്കുന്നില്ല. പലപ്പോഴും നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പോഴും അദ്ദേഹം അത് ഊന്നി പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം പല കാര്യങ്ങളും. ഞാൻ കരുതുന്ന അങ്ങ് കാര്യങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കുന്ന ഒരാളാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനവും അങ്ങ് ശ്രദ്ധിച്ച് കാണും, കമ്പോട് കമ്പ് കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഈ പ്രായവുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നു, MV ഗോവിന്ദൻ അത് തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല പ്രജി, അങ്ങനെയെങ്കിൽ അത് ഞങ്ങൾക്കൊക്കെ ബാധകമാകുന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സീനിയോറിറ്റിയുടെ കാര്യത്തിനകത്ത് അദ്ദേഹത്തിന്റെ പ്രതികരണവും വരികയുണ്ടായി. അതുകൊണ്ട് നമുക്കത് വിടാം. എൻ്റെ ചോദ്യം അതല്ല. ഇവിടെ ഇപ്പോൾ താങ്കൾ പറയുകയുണ്ടായി ജാഗ്രത കുറവ് എന്ന്. MV ഗോവിന്ദൻ എന്ന് പറഞ്ഞു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട് എന്ന്. രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ കുറവുള്ള ഒരാളെ അങ്ങനെയെങ്കിൽ LDF കൺവീനർ സ്ഥാനം എന്ന് പറഞ്ഞ് മുന്നണിക്കുള്ളൊരു പൊതുബാധ്യതയാകുന്ന പദവിയിൽ നിന്ന് മാറ്റുകയാണോ വേണ്ടത്? ശരിയായ രാഷ്ട്രീയ തിരുത്തൽ എന്ന് പറയുന്നത് CC അംഗത്വത്തിൽ നിന്ന് മാറ്റുക എന്നതാണ്. കാരണം രാഷ്ട്രീയ വിദ്യാഭ്യാസ കുറവ് വന്നിരിക്കുന്നു. ഇതൊരു കേവല ജാഗ്രത കുറവല്ലല്ലോ, മറ്റു വീഴ്ചകളുടെ പട്ടികയിൽ പെടുത്താൻ കഴിയില്ല. കേരളത്തിൽ വേരുറപ്പിക്കാനും അങ്ങനെ CPM ഇല്ലാതാക്കാനും നോക്കുന്ന BJPയുടെ ഗൂഢതന്ത്രത്തെ അദ്ദേഹം ഈ പാർട്ടിയുടെ CC മെമ്പറാണ്. CC മെമ്പറായിട്ടുള്ള EPയെ
തീർച്ചയായിട്ടും ഒരു സംഘടനാപരമായ ഒരു നടപടി സ്വീകരിക്കാൻ സംസ്ഥാന കമ്മിറ്റി, ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. നേരത്തെ പീബ് കൂടുകയൊക്കെ ചെയ്തല്ലോ. അല്ലല്ല, അത്തരം സാങ്കേതികത്വമല്ല ഞാൻ പറയുന്നത്. ഇന്ന ഘടകം, ആ ഘടകത്തിന്റെ മേൽ ഈ താഴെയുള്ള ഘടകം നടപടിയെടുക്കണമെന്ന ഉദ്ദേശമേ എന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. പിന്നെന്താ വേണം ഉദ്ദേശിച്ചത്? ഞാൻ ചോദിച്ചത് കൃത്യമാണ്. രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ അഭാവത്തെ പറ്റിയും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ പറയുന്നുവെങ്കിൽ ഈ മുന്നണിക്ക് പൊതുവിൽ ബാധ്യതയായിരിക്കുന്ന ഒരു പദവിയിൽ നിന്ന് മാറ്റുക വഴിയല്ല ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുക. ഏതാണോ പ്രധാനപ്പെട്ട ഘടകം, ആ ഘടകത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഈ പറയുന്ന ജാഗ്രത കുറവുണ്ടായിരിക്കുന്നത്. അത് ഇപിയുടെ ഇതുവരെയുള്ള ജാഗ്രത കുറവിന്റെ പട്ടികയിൽപ്പെടുത്താവുന്ന ഒന്നായിട്ട് ചുരുക്കേണ്ടതല്ല. അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ CPM-നെ ഇല്ലാതാക്കാൻ പോകുന്ന BJP-യുടെ ഗൂഢതന്ത്രത്തിന് അരുനിൽക്കുന്ന ഒരു ജാഗ്രത കുറവുണ്ടായെങ്കിൽ അതിന്റെ നടപടി അവിടെയാണ് വേണ്ടത്. അല്ല, അത് തുടർന്നുള്ള ദിവസങ്ങളിൽ പാർട്ടിയുടെ നടപടികളും പാർട്ടിയുടെ വിശകലനങ്ങളും വിലയിരുത്തലുകളും അവസാനിച്ചിട്ടില്ലല്ലോ. ഇപ്പോ LDF കൺവീനർ എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭികാമ്യമല്ല എന്നുള്ള നിലയിലാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. ആ വിവരമാണ് ഇന്ന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി പാർട്ടിയിലെ ആകമാനം പാർട്ടി ക്ലാസുകൾ നടന്നു വരുന്നു. രാഷ്ട്രീയ ബോധക്കുറവുകൾ ഉണ്ടാകുന്നു. ആ തരത്തിലുള്ള വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. അത് ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ സമ്മേളന കാലയളവ് തൊട്ട് ഇങ്ങോട്ട് പാർട്ടി ഓരോ ഘടകങ്ങളെയും പാർട്ടിക്ക് വിധേയമാകുന്ന നിലയിലുള്ള രാഷ്ട്രീയമായ നിലപാടുകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പാർട്ടി ക്ലാസുകളും അതോടൊപ്പമുള്ള ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത്, നേരത്തെ വേണു പറഞ്ഞത് പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ്. പ്രായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിഷയമല്ല ഞാൻ പറഞ്ഞത്. EP സ്വയം പറഞ്ഞത് അദ്ദേഹത്തിന് ആരോഗ്യക്കുറവുണ്ട് എന്നാണ്. പാർട്ടിയുടെ ജനറലായിട്ടുള്ള പ്രായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒഴിവാക്കലിനെ സംബന്ധിച്ചല്ല ഞാൻ പറഞ്ഞത്. EP സ്വയം കഴിഞ്ഞ കുറെ നാളുകളായി പറയുന്നത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ്. അതിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ ആരോഗ്യ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ജാഗ്രത കുറവിന്റെയും അടിസ്ഥാനത്തിൽ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മാറ്റുകയും പകരം മറുപടി പറയേണ്ടത്. അല്ലാതെ എന്തൊക്കെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നമുണ്ട് EPക്ക്, അതിനെന്ത് ചികിത്സയാണ് അദ്ദേഹത്തിന് നിർദ്ദേശിക്കേണ്ടത്? അതല്ലല്ലോ വിഷയം. ഇവിടെ CPM-ന് തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗമുണ്ട്. അത് BJP ബാധയാണ്. അതിനുള്ള ചികിത്സ എത്രത്തോളം കാര്യക്ഷമമാണ്? അത് EPക്കെതിരായ ഒരു നടപടിയിലൂടെ അവസാനിക്കുന്നതല്ല എന്നാണ് KVS-ന്റെ ധ്വനി. അതിന് മറുപടിയാണ് വേണ്ടത്. അല്ല, KVS ഏത് ധ്വനിയിലാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആ അസുഖം ബാധിച്ചിരിക്കുന്നത് CPM-നെ അല്ലല്ലോ. CPM-ന്റെ വീട്ടിൽ പ്രകാശ് ജാവദേക്കർ മുറ്റത്തൊരു മൈന എന്ന് പറയുന്ന പോലെ ചെന്ന് കയറിയപ്പോഴും EP ജയരാജൻ എന്താ ചെയ്തത്? ഒരു ചായ വേണോന്ന് ചോദിച്ചു. എന്നിട്ട് അപ്പോ തന്നെ EP ജയരാജൻ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. നേരെ മറിച്ച് KVS പറയും എന്ന് ഞാൻ വിചാരിച്ചത് കോൺഗ്രസിൽ നിന്നുള്ള കൂട്ടത്തോടെയുള്ള BJP-യിലേക്കുള്ള കേരളത്തിലെ പലായനങ്ങളാണ്. മുഖ്യമന്ത്രിമാരുടെ മക്കൾ, കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ BJP-യിലേക്ക് പോകുന്നു. അതേക്കുറിച്ച് എന്തേ KVS പറയാത്തത്? KVS എപ്പോഴും പറയുന്നത്, ഈ ചർച്ചയിൽ ഉടനീളം KVS പറഞ്ഞുകൊണ്ടിരുന്നത് CPM-ൽ നിന്ന് വലിയ ഘോഷയാത്ര BJP-യിലേക്ക് ഉണ്ടായി എന്നാണ്. എവിടെ ഉണ്ടായി എന്നാണ് KVS പറയുന്നത്? കോൺഗ്രസിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കും. കാരണം കേരളത്തിലെ പ്രതിഭാസമ്പന്നന്മാരായ മുഖ്യമന്ത്രിമാരെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്ന ആ കോൺഗ്രസിന്റെ കുടുംബത്തിൽ നിന്ന്, മുഖ്യമന്ത്രിമാരുടെ കുടുംബത്തിൽ നിന്ന് അവരുടെ 2 മക്കളാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP-യിലേക്ക് പോയത്. അതേക്കുറിച്ച് യാതൊരു പരാമർശവും നടത്താതെ അങ്ങനെ ഒരു കഞ്ഞി വെക്കാനായി വെച്ചിരിക്കുന്ന പാത്രം KVS അങ്ങ് വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഞാൻ എനിക്കൊന്ന് ശ്രീ NP ചെക്കുടിനെ കൂടെ പറഞ്ഞിട്ട് എനിക്ക് 8 മണിക്ക് മുമ്പ് ഇടവേളയിലേക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. പ്രജി, മാത്രമല്ല പ്രജി, ഈ മുറ്റത്തൊരു മൈന പോലെ അല്ല, ഡൽഹിയിൽ സ്വയം മുറ്റത്തൊരു മൈനയായി EP പോയിട്ടുണ്ട്. അതാണ് ശോഭയുടെ വെളിപ്പെടുത്തലിന്റെ അടുത്ത ഭാഗം. ആ കാര്യമൊന്നും പുറത്തു വന്നിട്ടില്ല. ഡൽഹിയിൽ മുറ്റത്തൊരു മൈനയായി EPയും പോയിട്ടുണ്ട് എന്നതാണ് ആ വെളിപ്പെടുത്തൽ. ശരി, അതവിടെ നിൽക്കട്ടെ. ശ്രീ NP ചെക്കുട്ടി, ഇപ്പോൾ ഈ EPക്കെതിരായ നടപടിയിലൂടെ
എന്ത് ശക്തമായ സന്ദേശം ഈ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്ന ഘട്ടത്തിൽ CPM നൽകുന്നു എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇനിയിപ്പോൾ നാളെ മുതൽ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുന്നതുകൊണ്ട് ഇനി അച്ചടക്ക നടപടികളൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ പുതിയ പാർട്ടി കോൺഗ്രസ് ഒക്കെ കഴിഞ്ഞുള്ള പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ EP ഉണ്ടാകില്ല എന്നതായിരിക്കുമോ ഇനി വരാനിരിക്കുന്ന നടപടി? അല്ല, അത് ഞാൻ MV ഗോവിന്ദ മാഷിൻ്റെ പത്രസമ്മേളനം വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ: ഒന്ന്, LDF കൺവീനർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള വിമർശനം; രണ്ട്, അദ്ദേഹം തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ പ്രസ്താവനയും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ പ്രശ്നങ്ങളും. ഈ രണ്ട് കാര്യങ്ങളും കൺവിൻസിങ് അല്ല. അപ്പോൾ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സമ്മേളനങ്ങളിൽ EP ജയരാജൻ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് മാത്രമല്ല വിമർശനങ്ങൾ വരാൻ പോകുന്നത്. ഈ MV ഗോവിന്ദൻ അടക്കമുള്ള, പിണറായി വിജയൻ അടക്കമുള്ള മുഴുവൻ നേതാക്കളുടെയും പെർഫോമൻസിനെ കുറിച്ച് നാളെ നടക്കാൻ പോകുന്ന സമ്മേളനം മുതൽ അവസാനം വരെയുള്ള എല്ലാ സമ്മേളനങ്ങളും ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ അതിനകത്ത് EP ജയരാജൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമാണ് പെശകൾ വന്നത്. EP ജയരാജൻ പെശകൾക്ക് അദ്ദേഹത്തിന് നടപടി എടുക്കുന്നത് പറയുമ്പോൾ അത് കൺവിൻസിങ് അല്ല. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? LDF കൺവീനർ എന്ന നിലയിൽ പിന്നെ EP ജയരാജന്റെ പെർഫോമൻസ് മോശമാണ്. അതിന് മുമ്പ് LDF കൺവീനർ ഉണ്ടായിരുന്നില്ലേ, വിജയരാഘവൻ. ഈ വിജയരാഘവന്റെ LDF കൺവീനർ സ്ഥാനത്ത് ഇരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവനയല്ലേ ഒറ്റപ്പാലം മണ്ഡലത്തിൽ അതിഗംഭീരമായിട്ട് രമ്യ ഹരിദാസ് വിജയിച്ചു വരാൻ കാരണമായത്? അന്നൊന്നും ആ നേതാവിനെതിരായിട്ട് ഒരു സെൻഷർ ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് ഇദ്ദേഹം ജാവദേക്കർ കയറി വന്നതിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. അത് ആ സമയത്ത് വേണ്ടിയിരുന്നില്ല, അന്ന് വൈകുന്നേരം മതിയായിരുന്നു എന്നൊക്കെ ഉള്ളത് വേറെ വിഷയം. അതിനകത്ത് EP ജയരാജന് പെശക് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അന്ന് LDF കൺവീനർ സ്ഥാനത്ത് മാറ്റിയല്ലേ വേണ്ടത്. മാത്രമല്ല, ആ വിഷയത്തിൽ അദ്ദേഹത്തെ LDF സ്ഥാനത്ത് നിന്നാണോ മാറ്റേണ്ടത്, പാർട്ടിയിൽ നിന്നാണോ മാറ്റേണ്ടത്? പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ BJP-കാരൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി വന്നാൽ അതിനകത്ത് അത് ഒരു അസ്വാഭാവിക ഉണ്ട്, ശരിയാണ്. ആ കാര്യം പാർട്ടിയോട് വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം എന്ന് പാർട്ടിക്ക് ബോധ്യമില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ട് നടപടി എടുക്കേണ്ടത് പാർട്ടി തലത്തിലാണ്, അല്ലാണ്ട് LDF തലത്തിലല്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ MV ഗോവിന്ദൻ നടത്തിയിരിക്കുന്ന വിശകലനം ഉണ്ടല്ലോ, അത് ഒരിക്കലും പ്രയോജനം ചെയ്യില്ല. അത് പാർട്ടിക്കകത്ത് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തും. കാരണം അൾട്ടിമേറ്റ്ലി ഇത് ആരുടെ വിജയമാണ്? ഇത് ശോഭാ സുരേന്ദ്രന്റെ വിജയമാണ്, ഇത് BJP-യുടെ വിജയമാണ്. കാരണം ഒരു വെടിയുണ്ട പോലും ഇല്ലാതെ, ഒരു കൊടുവാള് പോലും ഉപയോഗിക്കാതെ EP ജയരാജന്റെ കഴുത്ത് അവർ വെട്ടി വീഴ്ത്തി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ കോൺഗ്രസിന്റെ രണ്ട് കാലുകളിൽ മക്കൾ മന്തുണ്ടാക്കിയ കാര്യമാണ് അഡ്വക്കേറ്റ് PA പ്രജി ഇപ്പോൾ സൂചിപ്പിച്ചത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. എന്നിട്ടാണ് നിങ്ങൾ ഈ EP-യുടെ നടപടിയും EP-ക്കെതിരെ എടുത്തിരിക്കുന്ന നടപടിയുമായി ബന്ധപ്പെട്ട് CPM-നെ വിമർശിക്കുന്നതെന്നാണ് ശ്രീ പ്രജിയുടെ പരിഹാസം. അതിനുള്ള മറുപടി ആദ്യം. അല്ല വേണു, എനിക്ക് EP-ക്കെതിരെ എടുത്ത നടപടിയിൽ ഞങ്ങൾ CPM-നെ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. CPM-ന് അവരുടെ പാർട്ടിയിൽ ഏതെങ്കിലും നേതാവിനെ പുറത്താക്കി അകത്താക്കി അതൊക്കെ അവരുടെ സൗകര്യം. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ അവർ പിന്നെ ജാഗ്രത കുറവെന്നുള്ള ഓമന പേരിട്ട് വിളിച്ചുകൊണ്ട് നാട്ടുകാർ മുഴുവൻ പറ്റിക്കാൻ നോക്കരുത്. പിന്നെ പറഞ്ഞ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളുടെ കാര്യമൊക്കെ, ഈ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ പോയ വഴിക്ക് ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പോലും കൂടെ പോയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവർ പോയ സ്ഥലങ്ങളിലൊക്കെ എന്ത് സംഭവിച്ചു എന്നറിയാം. പക്ഷെ അങ്ങനെയാണോ? നമ്മുടെ പഴയ ദേവികുളം MLA ആണെന്ന് തോന്നുന്നു, ആ രാജേന്ദ്രൻ ഇപ്പോൾ CPM-ലാണോ BJP-യിലാണോ അദ്ദേഹവും ഈ ജാവദേക്കറിന്റെ വീട്ടിൽ പോയി കാപ്പി കുടിച്ചായിരുന്നല്ലോ. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അദ്ദേഹം ഇപ്പോഴും CPM-ന്റെ പാർട്ടി വേദിയിലൊക്കെ ഉണ്ടെന്ന് എൻ്റെ ഒരു അറിവ്. അത് പ്രജി ഒന്ന് അന്വേഷിക്കണം. അതും കൂടി അന്വേഷിച്ചിട്ട് വേണം ഈ അഭിപ്രായം പറയാൻ. പിന്നെ നിങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലമായിരുന്ന ബംഗാളിലും ത്രിപുരയിലുമുള്ള മുഴുവൻ CPM-ന്റെ MLA-മാരും MP-മാരൊക്കെ BJP-യിലാണ്, ഇപ്പോഴും ഉണ്ട്. കുറേ പേര് പോയിട്ടുണ്ട്, കുറേ പേര് പോകാൻ നിൽക്കുന്നു. അപ്പോൾ ശക്തിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ പോകുന്നുണ്ട്, അതും കൂടി കാണണം. എന്നിട്ട് വേണം കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയതിനെ കുറിച്ച് പറയാൻ. നിങ്ങളുടെ പരിപാടി തീരാൻ പോവാണ്. ഇന്ന് കായംകുളത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം 30ഓളം പാർട്ടി മെമ്പർമാർ, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളടക്കം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോയിരിക്കുന്ന സാഹചര്യമുണ്ട്. നാളെ പാർട്ടി സമ്മേളനം തുടങ്ങാൻ പോവുക. അപ്പോഴാണ് കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ആളുകൾ പോയതിനെ കുറിച്ചിട്ട് പറയുന്നത്. 125 കൊല്ലം കഴിഞ്ഞ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് രാജ്യം ഭരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പ്രസംഗിക്കുന്ന ആളുകൾ പോകുന്നതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് വലിയ ആശങ്കയൊന്നുമില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ പറയുന്ന EP ജയരാജനെ കുറിച്ചാണ്. EP ജയരാജനെ വീട്ടിലിരുത്തിക്കൊണ്ട് മുകേഷിനെ അടിയിൽ വെച്ച് ഒളിപ്പിച്ച് സംരക്ഷിക്കുന്ന നിലപാടിലൂടെ CPM പറയുന്നത് എന്താ? EP ജയരാജനെ കൃത്യമായിട്ട് ഉപയോഗിച്ച നേതാവിൻ്റെ പേരാണ് പിണറായി വിജയൻ. അത് VS ഗ്രൂപ്പിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് എല്ലാ ജില്ലകളിലും ഉപയോഗിച്ചു. തൃശ്ശൂർ ജില്ലയിൽ വലിയ ആഭ്യന്തര കലഹമുണ്ടായപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ സെക്രട്ടറി കായംകുളത്തെ 30 പ്രാദേശിക നേതാക്കൾ പോകുന്നതിന്റെ ഉൾപ്പെടെ കണക്കെടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ജിൻഡോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനിൽ ആന്റണി ഒരു വലിയ സംഭവമല്ല. അത് നിങ്ങൾ സമ്മതിക്കുന്നത് നല്ല കാര്യം. ജനങ്ങളും അങ്ങനെ തന്നെ നിങ്ങളെ കൊണ്ട് അത് സമ്മതിപ്പിക്കുന്ന രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അത് അവരുടെ രാഷ്ട്രീയ ജാഗ്രത. പക്ഷേ ഇതിലെ പ്രശ്നം, ഇതിലൂടെ രാഷ്ട്രീയമായ അസാധുവാക്കുന്ന ഒന്നുണ്ട് BJP.
അത് എ കെ ആന്റണി എന്ന് പറയുന്ന വ്യക്തിയെയാണ്. അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഈ പറയുന്ന മാതൃകാ പുരുഷനായി കാണേണ്ട എ കെ ആന്റണിയെ ഇനി ഒരാൾ കാണാൻ മടിക്കുന്ന രൂപത്തിൽ മോദിയുടെ കീശയിൽ മകനെ ഇട്ടുകൊടുത്ത ഒരാൾ എന്ന രൂപത്തിലാണ് ഇനി എ കെ ആന്റണി. അതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് ജിൻഡോ. അല്ല, നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അച്ഛന്മാർ കോൺഗ്രസ്സുകാരാണെന്ന് ഓർത്ത് മക്കൾ കോൺഗ്രസ്സുകാരാണോന്നില്ല, അച്ഛന്മാർ CPM-കാരാണെന്ന് ഓർത്ത് മക്കളും അങ്ങനെ ആകണമെന്നില്ലല്ലോ, അങ്ങനെ BJP-കാരും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമായിട്ടുള്ള ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്നുള്ളതൊക്കെ. അതവിടെ നിൽക്കട്ടെ. എ കെ ആന്റണിയുടെ മകൻ പോയതുകൊണ്ട് എ കെ ആന്റണി കോൺഗ്രസിൽ തന്നെയാണ്. ആ മകൻ തോൽക്കണമെന്ന് പറയാൻ ആർജവം കാണിച്ച നേതാവിൻ്റെ പേരാണ് എ കെ ആന്റണി. അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. അതിനെ ഇക്വേറ്റ് ചെയ്യരുത്. ഇവിടെ പിണറായി വിജയൻ എല്ലാ കാലത്തും മകൻ തോൽക്കണമെന്ന് പറയുമ്പോൾ തോൽക്കുന്ന ഒരു പ്രതിഭാസത്തിന്റെ പേരല്ല പാർലമെന്ററി ഇലക്ഷൻ എന്ന് പറയുന്നത്, പാർലമെന്ററി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അല്ല, ഇതിൽ നമ്മുടെ അനിൽ ആന്റണി പോയതിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയല്ലല്ലോ. അനിൽ ആന്റണി തോൽക്കണമെന്ന് ആന്റണി പറയുന്നു. ആന്റണിയെ അനിൽ ആന്റണി ഏത് വാക്കുപയോഗിച്ചാണ് വിശേഷിപ്പിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. അല്ല, അത് അനിൽ ആന്റണിയുടെ രാഷ്ട്രീയ ബോധ്യം. അനിൽ ആന്റണിയുടെ രാഷ്ട്രീയ ബോധ്യം എന്ന് പറയുമ്പോൾ എപ്പോ തൊട്ടാണ് ഈ BJP-യും അതുപോലെ തന്നെ ഈ എ കെ ആന്റണിയെ കണ്ടു വളർന്ന പാരമ്പര്യവും തമ്മിലെടുത്ത് താരതമ്യം ചെയ്താൽ എത്ര ചെറിയൊരു കാലയളവാണ് BJP-ക്കുള്ളത്. ഈ രാഷ്ട്രീയ വിശേഷണമൊക്കെ നൽകാൻ അനിൽ ആന്റണിക്ക് കഴിയുന്നത് ഈ ഒരു ചെറിയ കാലത്തെ BJP ബന്ധം കൊണ്ടാണോ? അല്ല, തീർച്ചയായിട്ടും BJP-യിൽ ചെന്ന ആർക്കും എന്തും പറയാമല്ലോ, അവർക്ക് എന്തും പറയാം. അത് BJP-യിലേക്ക് പോയിട്ടുള്ള ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാരുടെ പ്രസ്താവനകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. അതിനിപ്പോൾ ഒരു അനിൽ ആന്റണിയെ മാത്രം എടുത്ത് വെക്കേണ്ട കാര്യമില്ല. പക്ഷെ അനിൽ ആന്റണിയെ പോലുള്ള ആളുകൾ ഓർക്കേണ്ടത് അവരുടെയൊക്കെ ശരീരത്തിലോടുന്ന രക്തത്തിന്റെ 99% ഈ രാജ്യത്തെ കോൺഗ്രസ്സുകാരും മുദ്രാവാക്യം വിളിച്ച് വെയിൽ കൊണ്ട് വേർത്ത് മഴ നനഞ്ഞൊക്കെ ഉണ്ടാക്കിയതാണെന്നും കൂടി മറക്കാൻ പാടില്ല. അതൊക്കെ അവരുടെ അത് ലോകം കാണട്ടെ, നാട്ടുകാർ കാണട്ടെ. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇവിടെ ദേശാഭിമാനിയുടെ മറവിൽ കോടികൾ കൊള്ളയടിക്കാൻ വേണ്ടി EP ജയരാജനെ കെട്ടഴിച്ചു വിട്ടത് പിണറായി വിജയനാ. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് വിശ്വസ്തനായിട്ട് വിധേയനായിട്ട് വിട്ടത് EP ജയരാജനെയാണ് പിണറായി വിജയൻ. വ്യാപാരി വ്യവസായി സമിതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വ്യാപാരികളെ ഒതുക്കാൻ വേണ്ടിയിട്ട് വിട്ടത് EP ജയരാജനെയാണ്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും VS ഗ്രൂപ്പിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് ഈ സംസ്ഥാനത്തെ മുഴുവൻ CPM-ന്റെ മുഴുവൻ ഘടകങ്ങളും ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുള്ള EP ജയരാജൻ, അദ്ദേഹം ചിറ്റപ്പൻ ജയരാജൻ ആയപ്പോഴും അതിനുശേഷവും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു. ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായപ്പോൾ ആ ജാഗ്രതക്കുറവിന് കുട ചൂടിക്കൊടുത്ത ആൾ പിണറായി വിജയനാ. ഇപ്പോൾ EP ജയരാജന്റെ ആവശ്യം കഴിഞ്ഞു. എന്തുകൊണ്ടാ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്വന്തം മകൾ ജയിലിൽ പോകുന്ന മാസപ്പടി വിഷയം, സ്വർണ്ണക്കടത്ത് വിഷയം, ലൈഫ് മിഷൻ വിഷയം, ലാവ്ലിൻ കേസ് നിരവധി വട്ടം മാറ്റിവെക്കുന്നത്, ഇതിനൊക്കെ ദല്ലാള് പണിയെടുത്തത് EP ജയരാജനാ. ആ ദല്ലാള് പണിയുടെ കാലാവധി കഴിഞ്ഞു. അതുകൊണ്ട് ദല്ലാളെ മാറ്റി പിണറായി വിജയൻ മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ പോകുന്നു. അതിൽ കവിഞ്ഞ് നമ്മൾ ഇതിൽ വേറെ ഒരു അലങ്കാരികം കാണേണ്ട കാര്യമില്ല. ഇതിന് ജാഗ്രതക്കുറവെന്നൊക്കെ പറഞ്ഞാൽ ഈ ജാഗ്രതക്കുറവുണ്ടായിട്ട് ഇപ്പൊ എത്ര മാസമായി? അന്ന് നടപടി എടുക്കാതിരുന്നത് എന്തുകൊണ്ടാ? ശരി, ശ്രീ പ്രജീവന് മറുപടി. കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറയുന്നത് ആരൊക്കെയോ കോൺഗ്രസിൽ നിന്ന് ഏതൊക്കെയോ ആളുകൾ പോയി, അതിനെക്കുറിച്ച് എന്തിനാണ് പറയുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ആരൊക്കെയോ ആളുകൾ അല്ലെങ്കിൽ ഏതൊക്കെയോ ആളുകൾ ആണോ കോൺഗ്രസിൽ നിന്ന് പോയത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞത് അച്ഛൻ കോൺഗ്രസ് ആയതുകൊണ്ട് മക്കൾ കോൺഗ്രസ് ആകണമെന്ന് നിർബന്ധമുണ്ടോ? ഇതാണ് അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം. അച്ഛൻ കോൺഗ്രസ് ആയതുകൊണ്ട് മകൻ കോൺഗ്രസ് ആകണമെന്നോ മകൾ കോൺഗ്രസ് ആകണമെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ഈ മകൻ കോൺഗ്രസ് ആയിരുന്നു. എന്താ, ഇൻഫർമേഷൻ ടെക്നോളജി സെല്ലിന്റെയോ എങ്ങാണ്ട് അഖിലേന്ത്യാ ചുമതലക്കാരനായിരുന്നു അനിൽ ആന്റണി. അയാളും കോൺഗ്രസ്സുകാരനായാണ് ജീവിതം തുടങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കോൺഗ്രസിന്റെ പ്രതിനിധി ഇപ്പോ ഈ ചർച്ചയിൽ പറയുന്നത് അനിൽ ആന്റണിയുടെ ദേഹത്തൂടെ ഒഴുകുന്ന രക്തത്തിൽ പോലും കോൺഗ്രസ് ഉണ്ട്. അങ്ങനെ ഒഴുകുന്ന രക്തത്തിൽ കോൺഗ്രസ് ഉള്ള അനിൽ ആന്റണിയെ പോലും കേരളത്തിൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത കോൺഗ്രസ് ആണോ EP ജയരാജനെ വിമർശിക്കാൻ പോകുന്നത്? അടുത്ത ആളാരാ? അതും വെറുതെ ഒരു മകളാണോ? എത്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, എത്ര പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മത്സരിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ശ്രീമതി പത്മജ. ആ പത്മജ BJP-യിലേക്ക് പോയിട്ട് അതും ആരെങ്കിലും അങ്ങ് പോയി അച്ഛൻ കോൺഗ്രസ് ആയതുകൊണ്ട് മകൾ കോൺഗ്രസ് ആകണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണെന്നേ കോൺഗ്രസ് എത്രയോ തിരഞ്ഞെടുപ്പുകളിൽ
തോൽക്കാൻ വേണ്ടി മാത്രം ഈ പത്മജയെ മത്സരിപ്പിച്ച് സീറ്റുകൾ നഷ്ടപ്പെടുത്തിയ ചരിത്രം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട്. ഈ ചരിത്രമെല്ലാം അങ്ങ് മറന്നുകൊണ്ട് ഒരു നിമിഷത്തിൽ ഇത് അനിൽ ആന്റണിയെ കുറിച്ചുള്ള ചർച്ചയാണോ അല്ലെങ്കിൽ പത്മജയെ കുറിച്ചുള്ള ചർച്ചയാണോ എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങ് പശ്ചിമ ബംഗാളിലേക്കും ത്രിപുരയിലേക്കും അങ്ങ് ഓടിപ്പോയാൽ കോൺഗ്രസിന് രക്ഷപ്പെടാം എന്നാണോ കരുതുന്നത്? കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് തുടർച്ചയായി BJP-യിലേക്ക് അംഗത്വം പോയിക്കൊണ്ടിരിക്കുകയാണ്. അനിൽ ആന്റണിയും പത്മജയും പോയപ്പോ ആരെങ്കിലും പോയോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ഓമന നേതാവില്ലേ കിങ്ങിണിക്കുട്ടൻ എന്ന് ഓമന പേരുള്ള നേതാവിന് തൃശ്ശൂർ എന്തേ 3-ാം സ്ഥാനത്തായി പോയി? ആരും പോകാതിരുന്നിട്ടാണോ കിങ്ങിണിക്കുട്ടൻ 3-ാം സ്ഥാനത്തായി പോയത്? കിങ്ങിണിക്കുട്ടന് 3-ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നത് തീർച്ചയായും കിങ്ങിണിക്കുട്ടന്റെ സഹോദരി പോയത് കൊണ്ട് മാത്രമല്ല. എന്തുകൊണ്ടാ? കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് അടപടലം. ഇതൊരു നാണയത്തിന്റെ കോൺഗ്രസിന്റെ വക്താവ് ഉപയോഗിച്ച വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞാൽ തന്നെ ഇതൊരു നാണയത്തിന്റെ രണ്ടു വശമല്ല. കോൺഗ്രസും BJP-യും കേരളത്തിൽ ഒരേ നാണയം തന്നെയാണ് എന്ന് പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ വസ്തുതകളെ എല്ലാം അങ്ങ് മാറ്റിവെച്ചുകൊണ്ട് രാജേന്ദ്രൻ ഇപ്പോ ഏത് പാർട്ടിയിലാണെന്ന് ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യം എന്താ? അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം രാജേന്ദ്രന്റെ സംഭവിച്ചത് എന്താണെന്ന്. ഈ പാർട്ടിക്കകത്ത് പത്മജയെ പോലെ അല്ലെങ്കിൽ അനിൽ ആന്റണിയെ പോലെ സ്വന്തം പിതാവിന്റെ രാഷ്ട്രീയ ബോധ്യത്തെയും സ്വന്തം പാർട്ടിയുടെ രാഷ്ട്രീയ ബോധ്യത്തെയും ഒന്നാകെ തള്ളി പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള CPM-ൽ നിന്നു പോകാൻ കഴിയില്ല. അത് ജാഗ്രത കുറവ് എന്നുള്ളത് ഓമന പേരല്ല, അത് സൂക്ഷ്മത കുറവാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ആ പാർട്ടിയുടെ നയപരിപാടികൾ നടപ്പിലാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ അതിന് പച്ച മലയാളത്തിൽ പറയുന്ന പേര് ജാഗ്രത കുറവ് എന്ന് തന്നെയാണ്. മാത്രമല്ല ജിൻഡോ, ശരി പ്രിജി, ജിൻഡോയ്ക്ക് ഒരു അവസരം വേണമെന്ന് എനിക്ക് മറ്റു അതിഥികളിലേക്ക് പോകണം. എന്ന് മാത്രമല്ല ജാഗ്രത കുറവിനെ ലഘൂകരിച്ച് കാണേണ്ട ജിൻഡോ, ജാഗ്രത കുറവ് എന്നതിനെ ലഘൂകരിച്ച് കാണരുത് എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഇപ്പൊ EP വീട്ടിലിരിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ വേണു, അങ്ങനെയാണെങ്കിൽ EP ജയരാജൻ ജാവദേക്കറിനെ കണ്ടത് ജാഗ്രത കുറവാണെന്ന് പറയുന്നുണ്ടല്ലോ. എങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞ ഒരു നടപടി എടുത്തത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഈ പാർട്ടി നടപടി എടുത്തിട്ടില്ല, LDF കൺവീനറിനെ മാറ്റിയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് പാർട്ടി നടപടി എടുക്കാത്തത്? അല്ല, ഞാൻ പറയട്ടെ താങ്കൾ പറഞ്ഞപ്പോൾ കേട്ടിരുന്നില്ലേ? പറയട്ടെ, ഇടപെടല്ലേ? അല്ല, നിങ്ങൾ നടപടി പൂർത്തീകരിക്കുക. അല്ല, പറയട്ടെ പോകും. അതിൻ്റെതായ കമ്മിറ്റികൾ കൂടും, സ്വയം വിമർശനത്തിലൂടെ അതിൻ്റെതായ നടപടികൾ സ്വീകരിക്കും. കോൺഗ്രസിന് അങ്ങനെ നടപടികൾ സ്വീകരിച്ച ഒരു ചരിത്രമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് മൈക്കിന് വേണ്ടി കിടന്ന് അടികൂടിയില്ലേ? എന്ത് നടപടിയാണ് ഉണ്ടായത്? എന്ത് നടപടി ഉണ്ടായി കേരളത്തിൽ? എന്തെങ്കിലും തരത്തിലുള്ളൊരു വിശകലനം നടന്നോ? ഇന്ന് തന്നെ കോൺഗ്രസിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പഴയ ഒരു AICC മെമ്പർ, ഒരു വനിത ഇന്ന് തന്നെ മാധ്യമങ്ങളെ കണ്ടില്ലേ? അതിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ എന്ത് വിലയിരുത്തൽ ഉണ്ടായി? എന്ത് ചർച്ച ഉണ്ടാകുന്നു കേരളത്തിന്റെ കോൺഗ്രസിന്റെ? ശരി ജിൻഡോ, അങ്ങ് പ്രവർത്തിക്കുന്ന ജില്ലയുമായി കൂടി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണമാണ് ശ്രീ പ്രിജി പറയുന്നത്. മറുപടി അദ്ദേഹം പറഞ്ഞ പിന്നെ ഞാൻ ശരി ശ്രീ പ്രിജി, ജിൻഡോ പറയട്ടെ. നടപടിയുടെ സമയവും കാലവും ഞാൻ പറയട്ടെ, താങ്കൾ ഈ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചൊക്കെ പറഞ്ഞത് നന്നായി. ഈ മുകേഷ് എന്ന് പറഞ്ഞ MLA-ക്കെതിരെ ബൃന്ദാക്കാരായിട്ട് അഭിപ്രായം പറഞ്ഞപ്പോൾ അവരെ പോലുള്ള ആളുകൾ അഭിപ്രായം പറയണ്ടെന്ന് പറഞ്ഞ് ഈ ബൃന്ദാക്കാരായിട്ട് തന്നെ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നെ ഭാര്യയാക്കി ഒതുക്കുന്നത്. താങ്കളൊന്നും മിണ്ടാതിരിക്കും. ഞാൻ പറയട്ടെ, താങ്കൾ മിണ്ടാതിരിക്കൂ. താങ്കൾ പറഞ്ഞപ്പോ കേട്ടില്ലേ? മിണ്ടാതിരിക്കൂ. ബൃന്ദാക്കാരായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഭാര്യയാക്കി ഒതുക്കുന്നത്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ബൃന്ദാക്കാരായിട്ട് പറയുന്നു. ഏത് ബൃന്ദാക്കാരായിട്ട്? കാരാട്ടും ബൃന്ദാക്കാരായിട്ട് ഉയർന്ന അവൈലബിൾ പോളിറ്റ് ബ്യൂറോ അഭിപ്രായം എന്താ? പാർട്ടിയുടെ അധികാര കേന്ദ്രത്തിലിരുന്ന ബൃന്ദാക്കാരായിട്ട് പറയുന്നു എന്നെ ഭാര്യയാക്കി ഒതുക്കിയെന്ന്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അതേ ബൃന്ദാക്കാരായിട്ട് മുകേഷിനെതിരെ നടപടി എടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നിലപാട് എന്താ? നിങ്ങൾ ഈ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതുകൂടി പറയണം. ഇനി ഒന്ന്, ഈ മൈക്കിനോട് പ്രതിഷേധം തീർത്ത് മൈക്കിനെതിരെ കേസെടുക്കുന്ന മഹാൻ ഭരിക്കുന്ന കേരളത്തിൽ മൈക്കിന് വേണ്ടി രണ്ട് മനുഷ്യന്മാർ വഴക്ക് കൂടി തെറ്റല്ലോ ചെയ്തോളൂ. അതൊന്ന് ക്ഷമിക്കും. മനുഷ്യന്മാർ തമ്മിലല്ലേ? മൈക്കിനോട് വഴക്ക് കൂടുന്ന ആളാണ് കേരളം ഭരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഒരു കാര്യം കൂടി പൂർത്തിയാക്കട്ടെ. ഈ വിശ്വനാഥൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് എന്നാൽ നിങ്ങൾ പറഞ്ഞു മൈക്കെല്ലാം അവിടെ നീക്കി വെച്ചു കൊടുക്കുന്നു.
കൊടുക്കുന്നു. അവസാന കാലഘട്ടത്തിൽ എവിടെയായിരുന്നു എന്ത് നല്ല തമാശയാണിത്. പറയുന്നത്? അൽഫോൺസ് കണ്ണന്താനം ആരായിരുന്നു? അതിനെ സംബന്ധിച്ച് എന്ത് വിലയിരുത്തലാണ് പായിട്ട് കൊടുത്ത് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവന്ന് MLA ആക്കി അൽഫോൺസ് കണ്ണന്താനം BJP പോയി കേന്ദ്രമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്ത ആരാ? പിണറായി വിജയനാണ്. അൽഫോൺസ് കണ്ണന്താനത്തെ മറക്കല്ലേ? ശരി ശരി ശരി, ഞാൻ നടപടിയാണ് രണ്ടുപേരും സഹകരിക്കണം. ഞാൻ ഇടവേളയിലേക്ക് പോകണം. രണ്ടുപേരും സഹകരിക്കണം. ഞാൻ വേഗം നിങ്ങളിലേക്ക് അടക്കം വരാം. ഒരു ഇടവേള. ശ്രീ NP ചെക്കുട്ടി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ EP-യുടെ തുടർ നടപടികൾ എന്തായിരിക്കും? EP BJP ക്യാമ്പിലേക്ക് പോകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ചില ഓഡിറ്റോറിയങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നു പ്രകാശ് ജാവദേക്കറുടെ നിർദ്ദേശപ്രകാരം. അടുത്ത ഏതെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ ഒരു വലിയ യോഗം ഉണ്ടായേക്കും. അങ്ങനെയൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ട്. പിന്നെ പാലക്കാട് ഇപ്പോൾ ബൈഠക്ക് നടക്കുകയാണ്. അതിൻ്റെ ഒരു സാഹചര്യപരമായൊരു പ്രസക്തിയുണ്ട്. ഇതൊക്കെ ചേർന്ന് ഇപ്പോഴത്തെ നടപടിയുടെ ഭാഗമായി ഒരുപക്ഷെ EP-യുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നീക്കങ്ങൾ BJP ആലോചിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ അൻവറൊക്കെ ഇപ്പോൾ പറയുകയാണ് തൃശ്ശൂരിൻ്റെ കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടെ വിജയം താലത്തിൽ വെച്ചു കൊടുത്തത് പിണറായിയുടെ സംഘി പോലീസാണ് എന്ന്. അങ്ങനെ വരുമ്പോൾ EP ജയരാജൻ മാത്രമാണ് ഇവിടെ BJP ബന്ധമുള്ള ഏക ഒരു വ്യക്തി. അദ്ദേഹത്തെ അങ്ങ് മാറ്റി നിർത്തുന്നതോടുകൂടി ആ ഒരു വെല്ലുവിളിയെ തീർന്നു, ആ ഒരു ഭീഷണിയെ തീർന്നു എന്ന രൂപത്തിലുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ CPM ഇപ്പോൾ EP-യെ കരുവാക്കുകയാണോ? ഒന്നാമത്തെ കാര്യം, കണ്ണൂർ ഉള്ള നേതാവാണ് EP ജയരാജൻ. കണ്ണൂർ ഒരു 10-40 വർഷമായിട്ട് CPM ഒരു ഭാഗത്തും RSS BJP മറുഭാഗത്തുമായിട്ട് അതിരൂക്ഷമായിട്ടുള്ള സംഘർഷങ്ങൾ നടന്നൊരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ആ സമരങ്ങളിൽ കടുത്ത സംഘർഷങ്ങളിൽ വളരെ ശക്തമായിട്ട് CPM-ൻ്റെ ഭാഗത്തു നിന്നുള്ള ആളാണ് EP ജയരാജൻ. അപ്പം അദ്ദേഹം അതുകൊണ്ട് പെട്ടെന്നൊരു ദിവസം രാവിലെ തൻ്റെ എല്ലാ നിലപാടുകളും ഉപേക്ഷിച്ച് സംഘപരിവാരത്തിൻ്റെ ഭാഗമായിട്ട് പോവും എന്ന് ഞാൻ കരുതില്ല. അത് രാഷ്ട്രീയമായിട്ട് അസാധ്യമാണ്. രണ്ടാമത്തെ കാര്യം, പ്രായോഗികമായിട്ട് കണ്ണൂർ ജില്ലയെ പോലൊരു സ്ഥലത്ത് അദ്ദേഹം അങ്ങനെ BJP-യിലേക്ക് പോയാൽ അദ്ദേഹത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. കാരണം ആ തരത്തിൽ ജനങ്ങൾ രാഷ്ട്രീയ ബോധമുള്ളൊരു പ്രദേശമാണ്. ഒറ്റ സെക്കൻഡ് അങ്ങ് തുടർന്നോളൂ. ഈ EP പോകില്ല എന്ന അങ്ങയുടെ രാഷ്ട്രീയ ബോധ്യം, പക്ഷേ EP അടിസ്ഥാനപരമായി രാഷ്ട്രീയക്കാരനാണ്. ആ അധ്യായം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ CPM. അപ്പോൾ EP എന്ത് ചെയ്യും? പിന്നെ മാത്രമല്ല, EP അവിടെ പോയി BJP-യുടെ ഈ പറയുന്ന ഏറ്റവും കീഴ്ഘടകം തൊട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നൊരു പരിശ്രമിയായി EP ഇവർ കാണുന്നില്ല. അതൊരു സന്ദേശമാണ്. നിങ്ങൾ ഈ പറയുന്ന ഈ കേളികൊട്ടിയ കോട്ടയിൽ ഞങ്ങളൊരാളെ കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു സന്ദേശമാണ്. അല്ല വേണു, ഞാൻ EP ജയരാജൻ എന്ന് പറയുന്ന മനുഷ്യനെ 70കളുടെ അവസാനം മുതൽ കാണുന്നതാണ്. അദ്ദേഹം അടിസ്ഥാനപരമായി രാഷ്ട്രീയ നിലപാടിലാണ്. രാഷ്ട്രീയക്കാരനതിനപ്പുറം രാഷ്ട്രീയ നിലപാടുള്ള ആളാണ്. ആ നിലപാട് BJP-യും സംഘപരവും ഉയർത്തുന്ന നിലപാടിന് എതിരാണ്. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ് അദ്ദേഹം ഉയർത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് BJP-യിലേക്ക് പോകാനുള്ള താല്പര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ പോകാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു വരുത്തുന്ന ആരാ? അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു BJP-കാരിയായ ഒരാൾ പറഞ്ഞു വരുത്തിയിരിക്കുന്ന ഒരു സംഗതി വിശ്വസിച്ചുകൊണ്ട് EP ജയരാജനെതിരായിട്ട് നടപടി എടുക്കുന്നത് ശരിയാണെന്ന് വെച്ചാൽ അതും ശരിയല്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ EP അങ്ങനെ BJP-യിലേക്ക് പോകുന്നത് എനിക്ക് വിശ്വാസമല്ല. പക്ഷേ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതിനോട് എങ്ങനെ അദ്ദേഹം റിയാക്ട് ചെയ്യും? CPM-നകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ പ്രശ്നം, യഥാർത്ഥത്തിൽ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് സംഘർഷങ്ങൾ ഇതിനകത്തുണ്ട്. EP ജയരാജനോട് കഴിഞ്ഞ കാലങ്ങളിൽ കുറേ കാലങ്ങളായി ചെയ്തിരിക്കുന്ന വ്യക്തിഗതമായിട്ടുള്ള അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ പിണറായി വിജയൻ അടക്കമുള്ള ലീഡേഴ്സിന് പറഞ്ഞു തീർക്കാമായിരുന്നു. അത് NP ചെക്കുട്ടി, നാളെ മുതൽ EP എന്ത് ചെയ്യും? EP അവിടുത്തെ DC ഓഫീസിൽ പോലും കയറിയിട്ട് നാളുകളായി എന്നാണ് പറയുന്നത്. ഒരു പരിപാടിയുമില്ല, ഒന്നുമില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ MV ഗോവിന്ദൻ എങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടാകും എന്ന് കാത്താണ് ഇന്ന് EP മാധ്യമങ്ങളെ കാണാതിരുന്നത്. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലും ഈ പറയുന്ന EP-യെ തലോടിക്കൊണ്ടുള്ള ഒരു പ്രതികരണമായതുകൊണ്ട് മറുപടികൾ ഉണ്ടാകണമെന്നില്ല. പക്ഷെ അതിനപ്പുറം ശുദ്ധം ശൂന്യമാണ് EP-യുടെ മുന്നിലെ രാഷ്ട്രീയ ഭാവി. അല്ല, അങ്ങനെയൊന്നുമല്ല. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരുപാട് ആളുകൾ പുറത്തു വന്നതിന് ശേഷം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് തന്നെ നിന്നുണ്ട്. MVR-നെ പോലുള്ള ആളുകൾ, MVR-നെ അവർ പുറത്തു കഴിഞ്ഞതിന് ശേഷം MVR ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. EP ജയരാജനും ആ തരത്തിലുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. CPM എന്ന് പുറത്തേക്ക് വരേണ്ടി വരികയാണെങ്കിൽ അത് പിന്നെ BJP മാത്രമാണ് ഭാവി എന്നുള്ള ധാരണ യഥാർത്ഥത്തിൽ വസ്തുതാവിരുദ്ധമാണ്. കേരളത്തിനകത്ത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് സ്പേസ് ഉണ്ട്. EP എന്ത് നിലപാടെടുക്കുമെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല.
അദ്ദേഹം പക്ഷേ അധികം വൈകാതെ ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയും എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് തീർത്തും വലതുപക്ഷത്തേക്ക് പോകുന്ന ഒരു നിലപാട് EPയെ പോലെ ഒരാൾ എടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. ശരി, ശ്രീ KVS ഹരിദാസ്, EPക്ക് വേണ്ടി വെച്ച വെള്ളം വാങ്ങി വെച്ചോളൂ എന്നാണ് ശ്രീ പ്രിജിയും ശ്രീ NP ചെക്കുട്ടിയും പറയുന്നത്. അല്ല വേണു, EP മിണ്ടാതിരിക്കുമെന്ന് വേണു കരുതുന്നുണ്ടോ? നമ്മൾ ആ EP ജയരാജനെ എത്രയോ കാലങ്ങളായിട്ട് കാണുന്ന വ്യക്തികളാണ്. ഞാനൊരു രാഷ്ട്രീയ BJPക്കാരൻ എന്ന നിലയല്ല, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ EPയെ പലപ്പോഴും അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ പഴയ കാലത്ത് MV രാഘവൻ്റെ സ്വന്തം ആളായിരുന്നു, ഓർമ്മയുണ്ടാവുമല്ലോ. അവസാനം ബദൽ രേഖ വരുമ്പോൾ EMSൻ്റെ നിർബന്ധത്തിന് വഴങ്ങി CPMന് കണ്ണൂർ ജില്ലയിലെ പ്രമുഖന്മാരൊക്കെ രാഘവനെതിരായപ്പോൾ അവസാന നിമിഷം പാർട്ടിക്കൊപ്പം വന്ന ആളാണ് EP. അവസാനം എൻ്റെ ഓർമ്മ ശരിയാണ്, ഈ ചെക്കോട്ടിക്ക് കൂടുതൽ അടുത്ത് പറയാൻ കഴിയും അതിനെക്കുറിച്ചൊക്കെ. ഈ അഴീക്കോട് നിന്ന് MVRനെ തോപ്പിച്ചിട്ടാണ് EP ആദ്യം നിയമസഭയിൽ വരുന്നത്. ചരിത്രമാണിതൊക്കെ. പക്ഷേ 80-ൽ DYFIയുടെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായ EPക്ക് തലയ്ക്ക് മുകളിൽ കൂടി CPMൽ എത്ര പേര് ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർന്നു പോയിട്ടുണ്ട്? അതിന്റെ ഒരു കാരണം അതാണ് അഡ്വക്കേറ്റ് PA പ്രിജി നേരത്തെ ചൂണ്ടിക്കാട്ടിയ ശ്രീ KVS ഹരിദാസ്. ഒരു സെക്കൻഡ് ഈ പിണറായി വിജയൻ നിരന്തരം EPയെ സംരക്ഷിച്ചു എന്ന് പറയുമ്പോഴും ശരിയാണ്, അതിലൊരു വാസ്തവമുണ്ട്. ഈ ബന്ധുവിവാദം വന്നപ്പോൾ പോലും സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര നേതൃത്വം ഇടപെട്ടാണ് അന്ന് മന്ത്രിസ്ഥാനത്ത് നീക്കുന്നത്. തിരിച്ചു കൊണ്ടുവരുന്നതിൽ പിണറായിയുടെ റോള് നിഷേധിച്ചുകൂടാ. പക്ഷേ അപ്പോഴും കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു പിടി EPക്ക് മേലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താങ്കൾ ഈ പറയുന്നത് പോലെ കോടിയേരി PB അംഗമാകുന്നുണ്ട്, MA ബേബി ആകുന്നുണ്ട്, അതുപോലെ തന്നെ വിജയരാഘവനാകുന്നുണ്ട്, ഇപ്പോൾ MV ഗോവിന്ദനാകുന്നുണ്ട്. ഒരു ഘട്ടത്തിലും EP PBയിലേക്ക് എത്താതിരിക്കുന്നത് EPയുടെ ഈ രീതിയോടുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ വിമർശനം കൊണ്ടാണ്. അല്ല വേണു, ഞാൻ വേറൊരു തരത്തിൽ വേറൊരു കാര്യത്തിൽ കൂടി ചിന്തിച്ചു നോക്കൂ. ഞാൻ EPയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല. EPയെ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ, അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രിമാർക്ക് ചെയ്യാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ ഈ EP ഒരു ഫെയിൽ മന്ത്രിയാണ് അല്ലെങ്കിൽ പരാജിതനായ മന്ത്രിയാണെന്ന് പറയാൻ കഴിയുമോ? എനിക്ക് തോന്നണില്ല. അതിനു മുമ്പ് അദ്ദേഹത്തിനെ ദേശാഭിമാനി ഏൽപ്പിച്ചു. വേണമെന്ന് ആലോചിച്ച് നോക്കൂ. ദേശാഭിമാനിയുടെ EP വരുന്നതിന് മുമ്പും ശേഷവുമുള്ള ഒരു ചരിത്രം, എല്ലായിടത്തും സ്ഥലം, സ്വന്തം പ്രസ്, അതിലെ പ്രൊഫഷണലൈസ് ചെയ്തത്, ആ പാർട്ടി ശരിയാണ്. നമ്മുടെ ലോട്ടറിക്കാരൻ്റെ കയ്യിൽ നിന്ന് ബോണ്ട് മേടിച്ചിട്ടുണ്ടാവും, വ്യവസായികളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ടാവും. ഇതാണ് മോദിയെ പറ്റിയും പറയുന്നത്. RSSന്റെ ഓഫീസുകളിലൊക്കെ ശീതീകരിച്ച മുറി, പ്രവർത്തകർക്ക് മൊബൈൽ ഫോൺ. അതുകൊണ്ട് ഈ പറയുന്ന കാര്യകർത്താക്കന്മാർക്കെല്ലാം മോദി പ്രിയങ്കരനാണ്. താങ്കൾ ഒരു മിനി മോദിയായി EPയെ കാണുന്നു, കുഴപ്പമില്ല. പക്ഷെ EP വരുമോ ശ്രീ KVS? അല്ലല്ല വേണു, അങ്ങനെ അല്ല വേണു, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ വേണു, തിരക്ക് പിടിക്കല്ലേ വേണു. 2 മിനിറ്റ് കൂടി എനിക്ക് തരും, അതിൽ ഇത്ര സമയമായില്ലേ. ഞാൻ പറഞ്ഞത് ഈ EPയുടെ പെർഫോമൻസ് ആ നിലയിലായിരുന്നു. അതുകൊണ്ട് EPയെ കുറ്റപ്പെടുത്തണ്ട. EPയെ ഇവർ പരമാവധി ഉപയോഗിച്ചു, എല്ലാ കാലത്തും പാർട്ടി ഉപയോഗിച്ചു. ഞാൻ അങ്ങനെയാണ് പറയുക. ആ ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിനെ ഡംപ് ചെയ്യാണ് ചെയ്തത്. അത് EPക്ക് സഹിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അന്ന് ഞാനതാ പറഞ്ഞ ബദൽ രേഖയുടെ സമയത്ത് MVRനെ തള്ളി പറഞ്ഞ് CPMനൊപ്പം നിന്ന EP ഇന്ന് ഈ നടപടികൾക്ക് മുമ്പിൽ ഈ CPMൻ്റെ ഡിക്റ്റാറ്റുകൾ കെട്ടിട്ട് ആ നിർബന്ധത്തിന് വഴങ്ങി നാവടക്കി ഭജനയും ചൊല്ലി വീട്ടിലിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരി, അതിന് സാധ്യതകളുണ്ട്. ശരി, കാരണം ആ EPയുടെ മുമ്പിലെ വാതിലുകൾ മുഴുവൻ അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് EPക്കും ബോധ്യമുണ്ട്, CPMനും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാവണം അദ്ദേഹത്തിന് CCയിൽ നിന്ന് നീക്കാത്തത്. CCയിൽ നിന്ന് നീക്കിയില്ലെങ്കിലും ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് മാറ്റിയാൽ അദ്ദേഹത്തിൻ്റെ ചിറകരിഞ്ഞതിന് തുല്യമല്ലേ, അപമാനിക്കുന്നതിന് തുല്യമല്ലേ? അങ്ങനെ അപമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ശരി, എനിക്ക് ചർച്ച അവസാനിപ്പിക്കാൻ വേണ്ടി പ്രിജിയിലേക്ക് ഒന്ന് പോകണം. പ്രിജി 30 സെക്കൻഡിൽ മറുപടി പറയണം. EP ഇനി എങ്ങോട്ട്?
നടക്കാനിടയില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും നിറം പിടിപ്പിച്ച സ്വപ്നങ്ങളായി കാണുന്നത്. KVS ഹരിദാസ് ഇപ്പോൾ കാണുന്നതെല്ലാം അങ്ങനെയുള്ള നിറം പിടിപ്പിച്ച സ്വപ്നങ്ങളാണ്. EPയെ CPM ഉപയോഗിക്കുകയല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് CPM ഒരു ഉത്തമ സഖാവായിട്ടാണ് EPയെ കണ്ടിട്ടുള്ളത്. EP അങ്ങനെ അച്ചടക്കമുള്ള ഒരു മാതൃകാ സഖാവായി തന്നെ CPMൽ തുടരും. അതിൽ യാതൊരു തർക്കവും വേണ്ട എന്നാണ് എനിക്ക് അവസാനമായി പറയുന്നത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് അച്ചടക്കമുള്ള സഖാവായിരുന്നെങ്കിൽ BJPയുടെ പ്രഭാരിയെ കണ്ടത് എന്തിനാ? ശരി ജിൻഡോ, എനിക്ക് സമയം പൂർണ്ണമായും കഴിയണം. എന്തായാലും നടപടി നേരിട്ട EPക്ക് ഇന്നത്തെ ദിവസം ഒരു ദുസ്വപ്നം പോലെ ഓർക്കാൻ കഴിയൂ. പക്ഷേ EPയുടെ മനസ്സിൽ എന്തെങ്കിലും സ്വപ്നങ്ങൾ ബാക്കിയുണ്ടോ എന്നതാണ് ഇനി അറിയേണ്ടത്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.